അങ്ങനെ പടങ്ങൾ ഇപ്പൊ ക്രൈം ഫയൽ, ഞങ്ങളുടെ ക്രൈം ഫയൽ അഭയപ്രദേശ് CBI ഡയറക്ടർക്ക് അറിയാലോ, നമ്മുടെ ഇവിടെ പോളണം. അങ്ങനെ സെൻസിറ്റീവായ ഒരു കഥ, ഒരു മേർഡർ നടക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കത് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ അത് പ്രാർത്ഥിക്കാനും പറ്റില്ല, അങ്ങനത്തെ കൊലപാതകം നടക്കണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പിന്നെ എന്താ ഇപ്പൊ മീഡിയ, ഇപ്പൊ പണ്ട് നമുക്ക് മെയിൻ ചാനൽസ് ആണ് ന്യൂസ് തന്നിരുന്നത്, പ്രിന്റ് മീഡിയ ആണ് ന്യൂസ് തന്നിരുന്നത്. ഇന്ന് ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒരു മർഡർ ചെയ്യാൻ പോകുന്നവനെ വരെ ഫോളോ ചെയ്ത് അവരെ മർഡർ ഷൂട്ട് ചെയ്തിട്ട് ലൈവ് വീടിടുന്ന ഒരു കാലഘട്ടത്തിൽ ത്രില്ലില്ലാണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കന്ന് ഏത് പാർട്ടിയിലാണെങ്കിലും നമുക്ക് സിനിമയിൽ കാണിക്കാവുന്ന കറപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്യാം, പോലീസിലെ കറപ്ഷൻ, അതിന് നമുക്ക് പറയാം. ഇന്നത്തെ ഞാൻ ചോദിക്കട്ടെ, പോലീസിനെ അടക്കുന്ന യുവാവിന് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ടാവും, ഞങ്ങളുടെ ഏജിലുള്ളവർക്ക് പേടിയുണ്ടാവും. അത് കൊച്ചു പിള്ളേർ പോലീസിനോട് തർക്കിച്ച് നിൽക്കണേ കാണുമ്പോൾ നമുക്ക് ഭയമാണ്. കൊണ്ടുകൂടും വീഡിയോ എടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ പോലീസിനും അങ്ങോട്ടും. പക്ഷെ അന്ന് ആ പോലീസിനെ നമുക്ക് വനത്തിലുണ്ടെങ്കിൽ പോലും നമ്മൾ തെറി വിളിക്കില്ലായിരുന്നു, ഭയം കാരണം. ഇന്ന് പിള്ളേർ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസിന്. സീറ്റ് ബെൽറ്റ് ഇടാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ക്വസ്റ്റ്യൻ ചെയ്ത് വണ്ടി കൊണ്ടുവന്ന് വെച്ച് ബ്ലോക്ക് ചെയ്ത് അയാളെ കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടിയിപ്പിച്ച് പോയൊരു കാഴ്ച ഞാൻ കണ്ടു. ചിന്തിക്കാൻ പറ്റില്ല കാലത്ത്. അത് സ്ക്രീൻ ചെയ്യുമ്പോൾ കൈയടിക്കും. ഇതുപോലെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ല, ഭയം കൊണ്ട് മുട്ടിടിച്ചിട്ട് നമ്മൾ ഓടിപ്പോകുന്ന സ്ഥലത്ത് ഇന്നതില്ല. ഇത് പോലീസിന്റെ ഒരു പരിധി കൊണ്ടൊന്നും ആർക്കും ഭയമില്ലാണ്ടായി. അപ്പോൾ അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു സെൻസേഷണലായ ഒരു കൊലപാതകത്തെ കിട്ടുക എന്ന് പറയുന്നത് സിനിമാറ്റിക്കും കൂടെ ആണോ? ഇപ്പൊ നമ്മുടെ പല കേസുകളും സീരിയൽ കില്ലിംഗ് വരുന്നത്. സീരിയൽ കില്ലിങ്ങിന്റെ ഒരു പ്രളയമാണല്ലോ ഇപ്പൊ മലയാള സിനിമയിൽ, ഒരു ഏത് ലാംഗ്വേജിലും. അപ്പൊ അതിനും ഒരു നമുക്ക് സ്കോപ്പ് കാണില്ല. സ്കോപ്പ് കണ്ടാൽ ചെയ്യാൻ. ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് ഫിക്ഷനാണ്, റിയൽ സംഭവമല്ല. നമുക്ക് മെയിനായിട്ട് പൊന്നാനി, ഒറ്റപ്പാലം, ഞാൻ കുറച്ച് സ്ഥലത്തുണ്ടായിട്ടുള്ളൂ. അതാണ് മെയിനായിട്ട് ഒറ്റപ്പാലം, പൊന്നാനി, ഗോവ, കോവളം, പിന്നെ ശ്രീരംഗം, തമിഴ്നാട്. ഇവിടെയാണ് മെയിൻ ഷൂട്ടിംഗ്. ഇതില് നായകനാണോ അതോ വില്ലനാണോ അതോ എന്താണ് കഥാപാത്രം? എങ്ങനെയാണ്? ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കേസ് ഡയറി വേറിട്ട് നിൽക്കുന്നത്? പോലീസ് അല്ല, വില്ലൻ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരു ഘട്ടത്തിൽ വരുന്നതും ഇതിലേക്ക് സംഭവിക്കുന്ന ഒരു കേടാണ് ഞാൻ ഈ പടത്തിൽ. ഞാൻ പുള്ളി നിർമ്മിച്ചാണ്. നെഗറ്റീവ് ഷെയ്ഡാണ് ഞങ്ങളുടെ പേര്. നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? അഭിനയിക്കാൻ ഇഷ്ടം. അപ്പൊ ഏത് കിട്ടിയാലും നമുക്ക് രസമല്ലേ. ഡയറക്ടർ തന്നെ അല്ലെങ്കിൽ അവർ തന്നെ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പടങ്ങളുണ്ട്. ഈ പൊങ്കാല അല്ലാണ്ട് വേറെ 1-2 പടങ്ങൾ അടുത്ത് റിലീസാകാൻ വരുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് ഷൈൻ ചെയ്യേണ്ട ഒരു പടമുണ്ട്. പിന്നെ തമിഴ് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നന്ദി നിങ്ങളെ പറയുന്നു. അപ്പം എല്ലാവർക്കും ഒരു കോടി നന്ദി പറഞ്ഞു. ഇവിടെ സെലക്ട് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയും. പിന്നെ ഈ നിങ്ങളെല്ലാവരും ഞാൻ പറയാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് വരണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ശരിക്കും ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് പടം. അപ്പോൾ ഇത്രയും നിങ്ങളെല്ലാവരും കേട്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു സിനിമയാണ്. അപ്പം നിങ്ങൾ വന്ന് തിയേറ്ററിൽ വന്നിട്ട് പടം കാണുകയും ചെയ്യണം. അവിടെ വന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ ഞങ്ങളെല്ലാവരും തന്നെ എല്ലാവരും കൂടി ഞങ്ങളെ അവിടെ തന്നെ ഒന്ന് കരകയറ്റി തരണം. അതിൻ്റെ നിങ്ങൾ നല്ലത് പറഞ്ഞാൽ മതി, അതിന് പൊട്ടനെങ്കിൽ അത് പറയട്ടെ. അപ്പം എല്ലാവരും കൂടി നല്ല കൂട്ടം നമുക്ക് തരാം. അതാ പറയാറ്. ചിലര് നമ്മുടെ ചില കുറ്റങ്ങൾ ഇട്ടുപോകും. അയ്യോ ഇത് അതൊന്നും പറയണ്ട, നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിന്ന് നല്ല റിവ്യൂ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന വിനീതമായിട്ട് ഒന്നുകൂടി ഞാൻ നന്ദി പറയും. എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞങ്ങളുടെ റിവ്യൂയോട് നന്ദി. ഒരുപാട് താങ്ക്സ്. നിങ്ങളൊക്കെ സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി വന്നതിന്. അപ്പോൾ പ്രേക്ഷകരായ എല്ലാവരും ഞങ്ങളുടെ ചിത്രം കാണുക 21
വിശ്വസിക്കുന്നു. കാരണം ഇത് ദിലീപും പിന്നെ ഇതിൻ്റെ സ്റ്റോറി വിവേക് ഷൈൻ എന്ന് പറഞ്ഞ നറേറ്റ് ചെയ്തു. കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്. സ്ക്രീൻ പ്ലേ എന്നോട് കേട്ടിട്ട് കൂടുതൽ സന്തോഷമായി. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹോൾസം എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണിത് എന്ന വിശ്വാസത്തോടെയാണ്, ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് ഇതിൽ കയറിയതും. അവസാനം അങ്ങനെ തന്നെ വന്ന് ഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ എൻജോയ് വാച്ചിങ്. എല്ലാവർക്കും നമസ്കാരം. മാധ്യമപ്രവർത്തകർക്കും നമസ്കാരം. ഈ പടം നിർമ്മിക്കുന്നത് ബെൻസി പ്രൊഡക്ഷനാണ്. നസർ ബസാർ. ആദ്യം അവർക്ക് നന്ദി പറയുന്നു. ഇതൊരു സ്റ്റെറിങ് പടത്തിന്റെ പേര്. ഈ പടം ഒരു ത്രില്ലർ മൂവിയാണ്. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന എല്ലാ എലമെന്റുകളും ഇതിലുണ്ട്. ഫാമിലി ഉണ്ട്, കോളേജ് ഉണ്ട്, എല്ലാം അടങ്ങിയതാണ് ഈ സിനിമ. ഞാനിപ്പോ ഒന്നോളം അത്രയും ഇതായി. അപ്പൊ പടം നല്ലൊരു പടമാണ്. അപ്പൊ എല്ലാവരും കാണാൻ വിജയിപ്പിക്കുക. എനിക്കധികം പറയണ്ട, എല്ലാവരും പടം കാണാൻ. ഞാൻ അതായിട്ട് ചെയ്യുന്ന പടം കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും പ്രേക്ഷകരും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതാണ് ഞാൻ അടുത്തതിന്റെ സ്ക്രിപ്റ്റായിട്ട് സന്തോഷം. നമസ്കാരം. ബെൻസി പ്രൊഡക്ഷന് വേണ്ടി ഞാൻ എഴുതുന്ന രണ്ടാമത്തെ ചിത്രമാണിത്. അസ്കറാണ് നായകൻ. അസ്കറിനെ വെച്ചാണ് ചിത്രം ചെയ്യേണ്ടത് എന്ന് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ നായകനാരെ എന്ന മുമ്പിലുള്ളതുകൊണ്ട് ഒരു കമേഴ്ഷ്യൽ ചിത്രം എന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ എളുപ്പമായിട്ട് പോലീസ് സബ്ജക്റ്റാണ്. പേര് സൂചിപ്പിക്കുന്നത് തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ മുൻ ചിത്രങ്ങളുടെ പോലെ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് പോലീസ് അല്ലെങ്കിൽ അതിൽ ഫാമിലിയുള്ള റൊമാൻസ് ഉണ്ട്. കാലികമായി പറയാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നന്ദി പടം റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ സപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ ഈ പടത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.